السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد أيها الناس اتقوا الله. ബഹുമാന്യരെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ വിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ ധന്യമായ ഒന്നാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ആരാധനകൾ കൊണ്ട് ജീവിതത്തെ ധന്യമാക്കി അള്ളാഹു എന്ത് നമ്മളോട് കൽപ്പിച്ചാലും അതൊക്കെ നമ്മൾ അനുസരിക്കും എന്ന നിശ്ചയദാർഢ്യത്തോടുകൂടി നമ്മൾ റമദാനിലേക്ക് പ്രവേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ റമദാൻ മാസത്തിൽ നമുക്ക് വേണ്ടി ചെയ്തു വച്ച അനുഗ്രഹങ്ങൾ കുറച്ചൊന്നുമല്ല. അത് മനസ്സിലാക്കാതെ പോകുന്നവരാണ് ഈ ലോകത്തിലെ ഏറ്റവും ദൗർഭാഗ്യവാന്മാരായ മനുഷ്യന്മാർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാൻ കടന്നു വരുന്ന ആദ്യ ദിവസങ്ങളിൽ തൻ്റെ സ്വഹാബത്തിനെ പഠിപ്പിച്ച ഒരു വചനമാണ് ഇന്നത്തെ ദിവസത്തിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم إذا كان أول ليلة من شهر رمضان إذا كان أول ليلة من شهر رمضان റമദാൻ മാസത്തിലെ ആദ്യത്തെ രാത്രി ആഗതമായ, അതായത് ഇപ്പം നമ്മൾ കഴിച്ചു കൂട്ടിയ ഈ കഴിഞ്ഞ രാത്രി ഉണ്ടല്ലോ, റമദാനിൻ്റെ മാസപ്പിറവി കണ്ടത് മുതലുള്ള ആ രാത്രി, ആ ഒന്നാമത്തെ രാത്രി ആഗതമായാൽ സുഫിദത്തി ശയാത്തീനു വമറദത്തുൽ ജിന്ന്, മനുഷ്യനെ നന്മയിലേക്ക് പ്രവേശിക്കുന്നതിൽ നിന്നും തടയുന്ന, മനുഷ്യനെ കൊണ്ട് തിന്മ ചെയ്യിപ്പിക്കുന്ന പിശാചുക്കളെയും അതേപോലെ തന്നെ ധിക്കാരികളായ ജിന്നുകളെയും അല്ലാഹു തആല ബന്ധനത്തിലാക്കും, കെട്ടിയിടും. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, റമദാൻ മാസമാകുമ്പോൾ പള്ളികളിലൊക്കെ ഒരുപാട് ആളുകളുണ്ടാവും. സുബഹി നമസ്കരിക്കാൻ, രാത്രി തഹജ്ജുദ് നമസ്കരിക്കാനൊക്കെ ഒരുപാട് ആളുകളുണ്ടാവും. ജമാഅത്ത് നമസ്കാരങ്ങളിലൊക്കെ കണ്ടമാനം ആളുകളുണ്ടാവും. സക്കാത്തും സദക്കയും ഒക്കെ മറ്റു കാലങ്ങളെക്കാളേറെ റമദാനിൽ കൂടുതലായി കൊടുക്കപ്പെടും. എന്താ കാരണം? ഈ ആളുകളൊക്കെ റമദാനിന് മുമ്പും ഉണ്ടായിരുന്നു, ഈ സമയങ്ങളുമൊക്കെ റമദാനിൻ്റെ മുമ്പും ഉണ്ടായിരുന്നു, ഈ പണമൊക്കെ റമദാനിന് മുമ്പും ഉണ്ടായിരുന്നു. പക്ഷേ അന്നൊന്നും ഈ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഈ പിശാചുക്കൾ മനുഷ്യരെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഒരു കാര്യം ചെയ്യാൻ വിചാരിച്ചാൽ തന്നെ ഈ പിശാചുക്കൾ മനുഷ്യരെ അതിൽ നിന്ന് തടഞ്ഞുകൊണ്ടിരിക്കും. പലപ്പോഴും മനുഷ്യർക്ക് ഈ പിശാചുക്കളെയും ഈ ധിക്കാരികളായ ജിന്നുകളെയും തോൽപ്പിക്കാൻ കഴിയാതെ വരും. എന്നാൽ റമദാനിൽ അള്ളാഹു തൻ്റെ അടിമകളോട് കാണിച്ച അപാരമായ ഔദാര്യമായി ഈ പിശാചുക്കൾ തടയപ്പെടുമ്പോൾ മനുഷ്യന് നന്മയിലേക്കുള്ള സഞ്ചാരം വളരെ എളുപ്പമായി തീരും. അതുപോലെ തന്നെ റമദാനിൽ അള്ളാഹുവിൻ്റെ മറ്റൊരു സംവിധാനമാണ് വഉല്ലിഖത് അബ്വാബുന്നാർ. വഉല്ലിഖത് അബ്വാബുന്നാർ, നരകത്തിൻ്റെ എല്ലാ വാതിലുകളും അള്ളാഹു അടച്ചിടും. ഫലം യുഫ്തഹ് മിൻഹാ ബാബൻ, ഒരൊറ്റ വാതിൽ പോലും തുറക്കൂല. മനുഷ്യനെ നരകത്തിലേക്ക് പിടിച്ചു വലിക്കുന്ന ആ നരകത്തിൻ്റെ എല്ലാ വാതിലുകളും അള്ളാഹു അടച്ചിടും. വഫുത്തിഹത് അബ്വാബുൽ ജന്ന, വഫുത്തിഹത് അബ്വാബുൽ ജന്ന, സ്വർഗത്തിൻ്റെ എല്ലാ വാതിലും, 8 വാതിലുകളുണ്ട് സ്വർഗത്തിന്. ആ സ്വർഗത്തിൻ്റെ എല്ലാ വാതിലുകളും അല്ലാഹു തആല മലർക്ക തുറന്നിടും. ഫലം യുഗ്ലഖ് മിൻഹാ ബാബ്, ഒരൊറ്റ വാതിൽ പോലും അടച്ചിട്ടില്ല. അപ്പോൾ ഒരു വലിയ സ്റ്റേഡിയത്തിലേക്ക്, ഒരു വലിയ ഹാളിലേക്ക് അതിൻ്റെ എല്ലാ വാതിലും തുറന്നിട്ടിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് പ്രവേശിക്കാൻ എന്ത് എളുപ്പമാണ്. ഒരു തടസ്സമില്ലാതെ സന്തോഷത്തോടെ കൂട്ടം കൂട്ടമായി
അവർക്ക് ആ ഹാളിലേക്ക് അല്ലെങ്കിൽ ആ സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിക്കാനാവും. അള്ളാഹു സ്വർഗത്തിൻ്റെ എല്ലാ വാതിലും ഈ റമദാൻ മാസത്തിൽ മലർക്ക തുറന്നിടും. മാത്രമല്ല, മനുഷ്യനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അള്ളാഹു ആകാശത്ത് ചില മലക്കുകളെ നിർത്തിയിട്ടുണ്ട് റമദാൻ മാസത്തിൽ. ആ മലക്കുകൾ അങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആ മലക്കുകളുടെ ശബ്ദം നമ്മുടെ കാതിൽ കേൾക്കില്ല. ആ മലക്കുകളുടെ ശബ്ദം നമ്മുടെ ഹൃദയത്തിലാണ് കേൾക്കുക. നമ്മുടെ ഹൃദയത്തിൽ ആ മലക്കുകളുടെ ശബ്ദം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. എന്താണ് ശബ്ദം എന്നറിയോ? യാ ബാഗിയൽ ഖൈരി, യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ. നന്മ ചെയ്യുന്ന മനുഷ്യരെ മുന്നോട്ട് വന്നോളൂ, വേഗം വേഗം ചെയ്തോളൂ. നിങ്ങൾക്ക് നന്മ ചെയ്യാൻ പറ്റിയ നല്ല അവസരമാണ്. നന്മയിൽ നിന്ന് നിങ്ങളെ തടയുന്ന എല്ലാ ശക്തികളും ബന്ധനത്തിലാണ്. സ്വർഗത്തിന്റെ വാതിലുകൾ മലർക്ക തുറന്നിട്ടിരിക്കുന്നു. അല്ലാഹു തആല നന്മ ചെയ്യാൻ എമ്പാടും അവസരം തന്നിരിക്കുന്നു. ഓരോ നന്മകൾക്കും മറ്റു കാലങ്ങളെക്കാളേറെ ഭയങ്കരമായ പ്രതിഫലം അല്ലാഹു വാഗ്ദത്തം ചെയ്യുന്നു. അതുകൊണ്ട് യാ ബാഗിയൽ ഖൈരി, നന്മ ചെയ്യുന്ന മനുഷ്യരെ, നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരെ മുന്നോട്ട് വരിക, നന്മകൾ ചെയ്തുകൊണ്ടേയിരിക്കുക. അതേപോലെ തന്നെ യാ ബാഗിയൽ ശർരി അഖ്സിർ, ജീവിതത്തിൽ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ആ തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്ത ദൗർഭാഗ്യവാന്മാരായ, നിർഭാഗ്യവാന്മാരായ കുറേ മനുഷ്യന്മാരുണ്ടാവും. അവരെ വിളിച്ചിട്ട് പറയണം, യാ ബാഗിയൽ ശർരി, തെറ്റ് ചെയ്യുന്ന മനുഷ്യന്മാരെ, അഖ്സിർ, നിങ്ങളുടെ തെറ്റിന്റെ അളവിൽ കുറവ് വരുത്തിക്കോളൂ. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ അതിന് പറ്റും. മുമ്പ് നിങ്ങൾക്ക് അതിന് പറ്റിയിരുന്നില്ല. പക്ഷെ റമദാൻ മാസത്തിൽ നിങ്ങൾക്കതിന് പറ്റും, അതിന് കഴിയും. നിങ്ങൾ നിങ്ങളുടെ തെറ്റുകൾ കുറച്ചു കൊണ്ടുവരിക. വലില്ലാഹി ഉതഖാഉ മിനന്നാർ, നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷണ വാക്ക് വലില്ലാഹി ഉതഖാഉ മിനന്നാർ. അള്ളാഹ് നരകത്തിൽ നിന്നും ഒരു മോചിപ്പിക്കലുണ്ട്. കുറേ ആളുകളെ അല്ലാഹു തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. വദാലിക കുല്ല ലൈല, റമളാനിന്റെ എല്ലാ രാത്രിയും, റമളാനിന്റെ ഓരോ രാത്രി വരുമ്പോഴും ആ റമളാനിനെ ഉപയോഗപ്പെടുത്തിയ ആളുകളെ അള്ളാഹു നരകത്തിൽ നിന്ന് മാറ്റി സ്വർഗത്തിലേക്ക് ആക്കിക്കൊണ്ടേയിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായി ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരവസരമാണ്. അള്ളാഹു നമുക്ക് തന്ന, വില കൊടുത്തു വാങ്ങാൻ പറ്റാത്ത, വേറെ ഒരാൾക്കും നമുക്ക് തരാൻ പറ്റാത്ത അള്ളാഹുവിൻ്റെ വലിയ ഒരു നിഅമത്താണ് ഈ റമദാനിലും നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നത്. അതുകൊണ്ട് ഉപയോഗപ്പെടുത്തുക റമദാനിൻ്റെ ഓരോ സമയങ്ങളിലും. അള്ളാഹു തആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ റമദാനിൽ പരമാവധി സൽക്കർമ്മങ്ങൾ ചെയ്യാനും ചെയ്ത സൽക്കർമ്മങ്ങളൊക്കെ റബ്ബിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നതാവാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി